ഹായ്, ഇന്ന് സൺഡേ ആണ്. അപ്പോൾ ഇന്നൊരു വ്ളോഗാകാമെന്ന് വെച്ചു. ഇന്ന് കുറച്ച് കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ട്. ഒരു ക്രിസ്മസ് ട്രീ ഉണ്ടാക്കണം, അത് വയ്ക്കണം. പിന്നെ കുറച്ച് നല്ല റെസിപ്പി ചെയ്യണം. കാരണം സപ്പോർട്ട എനിക്കൊരാൾ തന്നു. ആ സപ്പോർട്ട വെച്ചിട്ട് 2 റെസിപ്പി ചെയ്യുന്നുണ്ട്. അതിലൊരു ഐസ്ക്രീമും ഒരു ഹൽവയും. ഹൽവ ഞാൻ കാണിക്കാം, ഐസ്ക്രീം ഞാൻ സെപ്പറേറ്റ് അപ്ലോഡ് ചെയ്യാം. വളരെ നല്ല റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഈസിയുമാണ്, പിന്നെ ടേസ്റ്റിയാണ്. സപ്പോർട്ട എൻ്റെ കുട്ടികൾ കഴിക്കില്ല, അവർക്ക് ഇഷ്ടമേ അല്ല. പക്ഷേ ഇതിങ്ങനെ ഉണ്ടാക്കിയപ്പോൾ ഭയങ്കര ടേസ്റ്റായിരുന്നു. പിന്നെ ചിക്കു ഐസ്ക്രീം എന്ന് പറഞ്ഞാൽ നമുക്ക് ഏത് ഫ്ലേവറും അതിൽ ആഡ് ചെയ്ത് നമുക്ക് കഴിക്കാൻ പറ്റും. അങ്ങനത്തെ ഒരു ഫ്ലേവറാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ ഐസ്ക്രീമിൻ്റെ റെസിപ്പി പിന്നെ അപ്ലോഡ് ചെയ്യാം. എനിക്ക് വ്ളോഗ് ഇഷ്ടമാണ്. പലരുടെയും വ്ളോഗുകൾ ഞാൻ കാണാറുണ്ട്. ഇതിപ്പോൾ ഞാൻ രാവിലെ എണീച്ചിട്ട് ഇങ്ങനെ ക്യാൻഡിൽ കത്തിച്ചിട്ട് പിന്നെ അതിൽ ഒരു ഓയിൽ, ചിലപ്പോൾ യുക്കാലിപ്റ്റസ് ഓയിൽ, ചിലപ്പോൾ സാൻഡൽവുഡ്, ലാവെൻഡർ അങ്ങനെ ഒഴിച്ചു കൊടുക്കും. എനിക്ക് യുക്കാലിപ്റ്റസിൻ്റെ ഓയിലിൻ്റെ മണം ഭയങ്കര ഇഷ്ടമാണ്. വല്ല കൊടൈക്കനാലൊക്കെ പോകുന്ന മാതിരിയൊക്കെ എനിക്ക് തോന്നും. അപ്പോൾ രാവിലെ ഞാൻ ഓം അല്ലെങ്കിൽ ബുദ്ധ ചാൻറ്റിങ്, ഈ ടിബറ്റൻ സോങ്സ് അങ്ങനത്തതൊക്കെയാണ് ഞാൻ വയ്ക്കുന്നത്. എനിക്ക് അതാണ് രാവിലെ ഇഷ്ടം. പാട്ട് അങ്ങനത്തതൊന്നും എനിക്ക് അത്ര രാവിലെ കേൾക്കാൻ പറ്റില്ല. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ സിനിമ പാട്ടൊക്കെ വയ്ക്കാറുണ്ട്. ഇതിപ്പോൾ ഞാൻ കോഫി ഉണ്ടാക്കുകയാണ്. കോഫി നമുക്ക് ബീറ്റ് ചെയ്യാൻ സാധനം ഇല്ലെങ്കിൽ നമ്മൾ 1 സ്പൂൺ വെള്ളവും കോഫിയും പഞ്ചസാരയും കൂടെ നന്നായിട്ട് അടിക്കണം. ഇങ്ങനെ ക്രീമി ആവും. അപ്പോൾ അതിലേക്ക് പാല് ചേർത്ത് കൊടുക്കാം. ശരിക്കും നമ്മൾ ബീറ്റ് ചെയ്തെടുക്കുന്ന ഒരു കോഫിയുടെ ഫ്ലേവർ വരും. ഇത് ഞാൻ വെള്ളം തിളപ്പിച്ച വെള്ളമാണ് എല്ലാവരും കുടിക്കുന്നത്. അപ്പോൾ രാവിലെ കാപ്പിയുടെ കൂടെ, രാത്രി ഞാൻ ഹെവി ആയിട്ട് കഴിക്കാറില്ല. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിനിടയ്ക്ക് എനിക്ക് വിശക്കും. അതുകൊണ്ട് ഒരു ബിസ്ക്കറ്റൊക്കെയാണ് കഴിക്കുന്നത്. ബിസ്ക്കറ്റ് തീർന്നു പോയി. അപ്പോൾ അമ്മ ഉണ്ടാക്കിയ ഉണ്ണിയപ്പം ഒരെണ്ണെടുത്ത് കഴിച്ചു. ഞാൻ അപ്പത്തിന് തലേ ദിവസമേ വെള്ളത്തിയിട്ട് വെച്ചു. അപ്പോൾ അത് ഞാൻ കാണിക്കാം. ഒരിക്കലും ഫെയിലാവാത്ത ഒരു അപ്പം റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പം കട്ടിയായി പോകും എന്നൊക്കെ പറയുന്നവർക്ക് ഇത് വളരെ എളുപ്പം ഉണ്ടാക്കാൻ പറ്റും. ഇത് 3 കപ്പ് അരി, 1/2 കപ്പ് ചോറ്, 2 കപ്പ് തേങ്ങ, ഒരു ഫുൾ തേങ്ങ, പിന്നെ 1 നുള്ള് ഉഴുന്നും, ഒരു 1/2 ടീസ്പൂൺ ഉഴുന്നും, പഞ്ചസാരയും, ഈസ്റ്റും 1 ടീസ്പൂൺ ഈസ്റ്റും കൂടെ, ആവശ്യത്തിന് വെള്ളം, നെകക്ക വെള്ളം ഒഴിച്ച് രാത്രി കുതിർക്കാൻ വയ്ക്കണം. അതല്ലെങ്കിൽ 4-5 മണിക്കൂർ കുതിർക്കണം. എന്നിട്ട് നന്നായിട്ട് രാവിലെ അരച്ചിട്ട് ഒരു 2 മണിക്കൂർ വച്ചാൽ കൊള്ളാം. അരമണിക്കൂർ കൊണ്ട് ചൂടാം, അപ്പോഴത്തേക്കും പൊങ്ങും. പക്ഷേ 2 മണിക്കൂർ വെച്ചാൽ നല്ല അപ്പം രാവിലെ തന്നെ ചുട്ടെടുക്കാം. നമുക്ക് അപ്പം ഉണ്ടാക്കാൻ അരി വെള്ളത്തിയിടാൻ മറന്നുപോയി, അങ്ങനെയാണെങ്കിൽ രാത്രി ഇങ്ങനെ ഇട്ടിട്ട് കിടന്നാൽ എളുപ്പം ഉണ്ടാക്കാൻ പറ്റും. ഇതിപ്പോൾ ഞാൻ നനച്ച തുണികളൊക്കെ തേക്കാനുള്ളതൊക്കെ, അയൺ ചെയ്യാനുള്ളത് ഇതിനകത്ത് ബാസ്ക്കറ്റിൽ വെച്ചിട്ട് കൊണ്ടുവയ്ക്കും. അതാവുമ്പോൾ മറ്റതിൻ്റെ കൂടെ മിക്സായി പോവില്ല. ഉണങ്ങിയ പാത്രങ്ങളൊക്കെ ഞാൻ വേഗം ടവലിൻ്റെ പുറത്ത് വയ്ക്കുമ്പോൾ അത് വേഗം വെള്ളം വാർന്ന് കിട്ടും. മാറ്റിയിട്ട് അടുത്ത് കഴുകാൻ മുമ്പ് അത് മാറ്റും. ഇതിപ്പോൾ ഞാൻ മുട്ടക്കറിയാണ് അപ്പത്തിനുണ്ടാക്കുന്നത്. അപ്പോൾ ഇത് എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്നൊരു മുട്ടക്കറി, വളരെ ടേസ്റ്റി ആയിട്ടുള്ളതാണ്. കാരണം തേങ്ങാപ്പാലൊന്നും ഒഴിക്കേണ്ട, തേങ്ങ അരച്ചാണ് ചേർക്കുന്നത്. വറുക്കണ്ട, കുറച്ചൊന്ന് ചൂടായാൽ മതി. കുറച്ച് തേങ്ങ, ഒരു 1/2 കപ്പ് തേങ്ങ, അത് ഒന്ന് ചൂടായാൽ മതി. അപ്പോൾ ആദ്യമേ കരിയേപ്പില, ഉള്ളി ഇടരുത്, കാരണം മൂക്കെ വറക്കുന്നതല്ല. അപ്പോൾ കുറച്ച് കരിയേപ്പിലയും, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ഗരം മസാല, ഇത്രയും ഇട്ട് ഒന്ന് ചൂടാക്കിയെടുത്താൽ മതി, വറുക്കണ്ട. ഗരം മസാല ഇടുന്നതുകൊണ്ട് പെരിഞ്ജീരകം ഇടണ്ട. ഗരം മസാല ചേർക്കണ്ട എന്നുള്ളവർക്ക് പെരിഞ്ജീരകം ചേർക്കാം. ഇതൊന്ന് ചൂടാക്കി എടുത്തിട്ട് മിക്സിയിൽ നല്ല പേസ്റ്റ് പോലെ അരച്ച് വയ്ക്കണം. പിന്നെ ഞാൻ എപ്പോഴും മുട്ടക്കറിയിൽ പിന്നെ ഉരുളക്കിഴങ്ങ് ചേർക്കും. കാരണം മുട്ട എളുപ്പം അങ്ങ് തീരും, ആ ഗ്രേവി മുഴുവൻ ബാക്കിയിരിക്കും. അപ്പോൾ അതൊന്ന് എൻ്റെ മൂത്ത ആളിന് ആ ഉരുളക്കിഴങ്ങ് ഇഷ്ടമാണ് അങ്ങനെ കഴിക്കുന്നത്. അപ്പോൾ മുട്ടയും ഉരുളക്കിഴങ്ങും കൂടെ ആകുമ്പോൾ നല്ല ടേസ്റ്റാണ്. സവാള നീളത്തിലരിഞ്ഞിട്ട് ഒന്ന് വഴണ്ട് വരുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയും ഒക്കെ ചേർത്ത് എളുപ്പം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഒരുപാട് സമയം വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. കടുക് വറുത്ത് സവാള വഴറ്റി അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും അരച്ചതും ഇട്ട്, അരയ്ക്കേണ്ട, ഒന്ന് ഉരച്ചിട്ടാൽ മതി. നമുക്ക് ഇങ്ങനെ അരച്ച് തന്നെ ഇടണമെന്ന് നിർബന്ധമില്ല, പക്ഷെ കട്ട് ചെയ്തിടരുത്. ഇതിപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ചേർത്തു ഒന്ന് വഴറ്റിയിട്ട് ടൊമാറ്റോ ഇട്ട് വഴറ്റിയെടുക്കണം. എന്നിട്ട് നമ്മൾ അരച്ച ഗ്രേവിയും കൂടെ ഇട്ട് ഒന്ന് തിളപ്പിക്കണം. വരുമ്പോൾ തന്നെ നമുക്ക് ഉരുളക്കിഴങ്ങ് വേഗം സമയമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉരുളക്കിഴങ്ങ് നേരത്തെ ഒന്ന് വേവിക്കാൻ വയ്ക്കാം. അതല്ലെങ്കിൽ ഇതിലിട്ട് പതുക്കെ വേവിച്ചാൽ മതി. പെട്ടെന്ന് ഓഫീസിലൊക്കെ പോകുന്നവർക്ക് നേരത്തെ അങ്ങ് തിളപ്പിക്കാൻ വെച്ചാൽ ഉരുളക്കിഴങ്ങ് പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ ഇതിലേക്ക് മുട്ടയും കൂടെ ചേർത്ത് തിളപ്പിച്ച് അവസാനം മല്ലിയിലയും കൂടെ ഇട്ട് എടുത്താൽ മതി. എളുപ്പം റെഡിയാവുന്നൊരു കറിയാണ്.
ഇപ്പോൾ അപ്പത്തിൻ്റെ മാവ് 2 മണിക്കൂറായിപ്പോൾ അത് നന്നായിട്ട് പൊങ്ങി വന്നു. നിങ്ങളെപ്പോഴും അപ്പത്തിൻ്റെ മാവ് എങ്ങനെ അരച്ചാലും അതിൽ ഉപ്പ് ചേർത്ത് കുറച്ച് സമയം വെക്കണം. വെച്ചാലേ നമുക്ക് അത് നന്നായിട്ട് മയം വരും. പിന്നെ 1 സ്പൂൺ എണ്ണ കൂടി ചേർക്കണം. മിക്സ് ചെയ്ത് വയ്ക്കുമ്പോൾ 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് വയ്ക്കണം. ഇത് വെച്ചിരുന്നാലും നല്ല സോഫ്റ്റ് ആയിരിക്കുന്ന ഒരു അപ്പമാണ്. ഞാൻ റെസിപ്പി ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. കാരണം ചിലർക്ക് പെട്ടെന്ന് പറയുമ്പോൾ അത് കൺഫ്യൂഷൻ വരും. നല്ല സോഫ്റ്റ് അപ്പമാണ്, നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു അങ്ങനെ അപ്പം എപ്പോൾ ഉണ്ടാക്കിയാലും തടി പോലെ ഇരിക്കുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവർക്കൊക്കെ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വെച്ചാൽ ഞാൻ ഈ റെസിപ്പി ഇട്ടത്. ഇതിപ്പോൾ എൻ്റെ ചിമ്മിനി ഇടിയിൽ പോയി 2-3 പ്രാവശ്യം ഇടിയിൽ പോയി. കാരണം അതിൻ്റെ പ്ലഗ് ഉള്ളിലായിരുന്നു. ഊരിയിടാനോ സ്വിച്ചും ഇല്ല, ഊരിയിടാനും പറ്റില്ല. ഇപ്പോൾ അങ്ങനെ അതങ്ങ് പോയി. പിന്നെ പുതിയൊരു ഇതാണ്, അത് നല്ലതായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇത് ടച്ചുമാണ്. പിന്നെ ഇങ്ങനെ നമുക്ക് സെൻസറും ഉണ്ട്. ഇതിന്റെ ടൈമിംഗ് 3 മിനിറ്റാണ്. 3 മിനിറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ആവും. അതെല്ലാം മേഡത്തിന് അപ്പോഴേ ഓഫ് ചെയ്യണമെങ്കിൽ ഒന്നുകൂടെ ആക്കണം. 2 പ്രാവശ്യം ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് ആക്കണം. ഓക്കെ. ഇനി ടച്ച് ആണെങ്കിൽ ഇത് പവർ ബട്ടൺ ഏത് സ്പീഡാണോ അത് കൊടുക്കാം. ഫസ്റ്റ്, സെക്കൻഡ്, ലൈറ്റ് ആണെങ്കിൽ ലൈറ്റും കൊടുക്കാം. ലൈറ്റ് വേണം. ഇതിന്റെ വീണ്ടും ഫസ്റ്റ് വരണമെങ്കിൽ സെയിം ഏതാണോ ടച്ച് ഏതാണോ അതിന് കൊടുത്താൽ മതി. ഇതിൽ ഓഫ് ചെയ്യാനായിട്ടും സെയിം പവർ ബട്ടൺ കൊടുക്കുമ്പോൾ ബ്ലിങ്ക് ചെയ്യും. 3 മിനിറ്റ് കഴിഞ്ഞ് ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ആവും. അതെല്ലാം മേഡത്തിന് അപ്പോഴേ ഓഫ് ചെയ്യണമെങ്കിൽ ഒന്നുകൂടെ കൊടുക്കാം. മനസ്സിലായി? നമുക്ക് 6 മാസത്തിലൊരിക്കൽ അല്ലെങ്കിൽ 3 മാസത്തിലൊരിക്കൽ ഓട്ടോമെയിൻ കൊടുക്കാം. ഓട്ടോമെയിൻ്റെ സ്വിച്ച് ഇതാണ്. ഇത് സിംഗിൾ ടച്ച് ചെയ്യുമ്പോൾ ലൈറ്റ് ഓൺ ആവും, ഓഫ് ആവും. ഹോൾഡ് ചെയ്യുമ്പോൾ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് ഹോൾഡ് ചെയ്യുമ്പോൾ ഇത് ബ്ലിങ്ക് ചെയ്യാൻ തുടങ്ങും. ഇതാണ് ഓട്ടോമെയിൻ. ലൈറ്റും ഓട്ടോമെയിൻ്റെ സ്വിച്ചും ഒന്നാണ്. ഇത് കൊടുക്കുമ്പോൾ വേണം. ഇപ്പോൾ 6 മാസത്തിൽ ഒരിക്കലാണ് ഇത് കൊടുക്കണമെങ്കിൽ ഈ 6 മാസം കൊണ്ട് വലിച്ചെടുത്ത ഓയിലൊക്കെ ആ ബ്ലോവറിലും മോട്ടറിലൊക്കെ പറ്റി ബെൽറ്റ് ആവുന്ന ഓയിൽ ഇതുവഴി ഇവിടെ വീഴും. ഇവിടെ 3 ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ ഹോൾ വഴി ഈ ട്രെയിനിൽ ഫില്ലാണ്. നമുക്കത് ഇതേ ഇടയ്ക്കിടയ്ക്കെടുത്ത് വാഷ് ചെയ്തിടാം. ഇത് കാണുന്നില്ല. ആ ലോക്കിൽ ഇങ്ങനെ വെച്ചിട്ട് 2 സ്ക്രൂ ഉണ്ട്. അത് കൈ വെച്ചൊന്ന് ടൈറ്റ് ചെയ്യുക. ഇവിടെ ടൈറ്റ് ചെയ്യുക. അതിനുശേഷം ഈ ഡ്രേ ഉണ്ടല്ലോ, ഈ ഡ്രേയുടെ ഈ ഭാഗം ഇവിടെ 2 ചെറിയ ലോക്കുണ്ട്. ഇങ്ങനെ വയ്ക്കണം. 2 ലോക്കാക്കിയിട്ട് അത് തൊട്ട് പുഷ് ചെയ്ത് കൊടുക്കണം. തിരിച്ചെടുക്കുന്നത് 2 ഒരുപോലെ പിടിച്ച് ഇളക്കിയെടുത്താൽ 10 മിനിറ്റ് കഴിഞ്ഞ് ഇത് ഓട്ടോമാറ്റിക്കലായിട്ട് ഫാനൊക്കെ ഒന്ന് സ്പീഡിൽ കറങ്ങി അത് തന്നെ അങ്ങ് ഓഫ് ആവും. ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ആകുമ്പോൾ അതിൻ്റെ പ്രൊസീജിയർ എല്ലാം കംപ്ലീറ്റ് ആവും. നമുക്ക് അപ്പോൾ ഇത് 2 എടുത്ത് വാഷ് ചെയ്ത് തിരിച്ചിടാം. പുതിയ വീടൊക്കെ വയ്ക്കുന്നവർക്ക് ഹെൽപ്പ് ആവട്ടെ എന്ന് വെച്ചാണ് ഞാനത് കാണിച്ചത്. കാരണം നമുക്ക് കൺഫ്യൂഷനായിരിക്കും എപ്പോഴും ഏത് വാങ്ങണം എന്നുള്ളത്. ഫിൽറ്ററൊക്കെ ഉള്ളത് ഭയങ്കര പാടാണ് കഴുകാനും. ഓയിലൊക്കെ അതിലടിഞ്ഞിരുന്നിട്ട് കഴുകാൻ വലിയ പാടാണ്. അപ്പോൾ ഇത് ഫേബറിൻ്റെതാണ്. നല്ല ഇപ്പോഴത്തെ പ്രോഡക്റ്റ് നല്ലതാണ്. ഇത് വാങ്ങിയത്. ഇതിപ്പോൾ ഞാൻ കഴുകിയ ടവലൊക്കെ ഇങ്ങനെയാണ് മടക്കി വയ്ക്കുന്നത്. അതിൽ പാത്രം തുടയ്ക്കുന്ന മാത്രം സെപ്പറേറ്റ് കവറിലാക്കി വയ്ക്കും. ഇത് ഹൽവ ഉണ്ടാക്കാനാണ്. സപ്പോട്ട ചിക്കു വെച്ചിട്ടുള്ള ഹൽവയാണ്. ഇത് ചിറോഞ്ചി എന്ന് പറയുന്ന ഒരു സാധനമാണ്. നട്ട്സും പിന്നെ ചിറോഞ്ചി എന്ന് പറയുന്ന ഒരു സാധനമാണ്. ഇത് ഭയങ്കര ഹെൽത്ത് ബെനിഫിറ്റ്സ് ഒക്കെ ഉള്ളതാണെന്ന് പറയുന്നു. ഭയങ്കര ടേസ്റ്റാണ്. ഞാനിത് ലഡുവിനകത്ത് ഇങ്ങനെ കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ആൻറ്റിയാണ് ഉണ്ടാക്കി തന്നത്. അവർ പറഞ്ഞു ഇത് ഇങ്ങനെ രാജസ്ഥാനിലൊക്കെ കിട്ടുമെന്ന് അന്ന് പറഞ്ഞു. ഇപ്പോൾ ഞാനിവിടെ ഒരു കടയിൽ കണ്ടപ്പോൾ ഞാൻ വാങ്ങിയതാണ്. ഇപ്പോൾ നെയ്യിൽ ഞാൻ കുറച്ച് ഗോതമ്പ് മാവ് 2 സ്പൂൺ ഗോതമ്പ് മാവിട്ട് വറുത്തു. നന്നായിട്ട് മൂക്ക വറുത്തിട്ട് അതിലേക്ക് സപ്പോട്ട ഇട്ടു. അതിലേക്ക് കുറച്ച് മിൽക്ക് മെയ്ഡും കുറച്ച് ഖോയ അതല്ലെങ്കിൽ പാൽപ്പൊടി ചേർക്കാം. ഇട്ട് നന്നായിട്ട് വരട്ടിയെടുക്കണം. സൈഡിൽ നിന്ന് വിട്ട് വരുന്ന പാകം വരെ ഇങ്ങനെ ആക്കുമ്പോൾ പിന്നെ ഒന്ന് വെന്ത് നല്ല മണം വരുമ്പോൾ പഞ്ചസാര ചേർക്കാം. 1/2 കപ്പ് പഞ്ചസാരയാണ് ഞാൻ ചേർക്കുന്നത്. പഞ്ചസാര ചേർക്കുമ്പോൾ ഒന്നലിയും. പിന്നെ നന്നായിട്ടൊന്ന് നല്ല മൂപ്പിച്ചെടുക്കണം. എന്നിട്ട് സൈഡിൽ നിന്ന് വിട്ട് വരുമ്പോൾ നമുക്ക് കുറച്ച് ഏലക്കപ്പൊടിയും വേണമെങ്കിൽ സാഫ്രോൺ ചേർക്കാം. എന്നിട്ട് ലാസ്റ്റ് നട്ട്സ്. എനിക്ക് അണ്ടിപ്പരിപ്പ് ഈ ചിറോഞ്ചി മാത്രമേ ഉള്ളൂ. ബദാം തീർന്നു പോയി. ബദാം നിറച്ച് ചേർക്കണം. ബദാമും പിസ്തയും ചേർത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അത് ചേർക്കുമ്പോഴാണ് ഈ ഹൽവയ്ക്കൊക്കെ ടേസ്റ്റ്. ഇത് ക്യാരറ്റ് ഹൽവ പോലത്തെ ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കും. ഇപ്പം സീസണാണ് സപ്പോട്ടയുടെയൊക്കെ. അപ്പോൾ ഞാൻ ജോലി ഇപ്പോൾ ഐസ്ക്രീമും ഉണ്ടാക്കി കഴിഞ്ഞു. ഞാൻ ആ റെസിപ്പി പിന്നെ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ പ്ലേറ്റ്സ് എല്ലാം കഴുകി എല്ലാം മാറ്റി ഇനി കിച്ചൺ ക്ലീൻ ചെയ്യണം.
ആഹാരം ഉച്ചയ്ക്കുള്ളത് ഉണ്ടാക്കി. ഞാൻ അതൊന്നും ഇതിൽ കാണിക്കുന്നില്ല, വീഡിയോ ലെങ്ത് കൂടിപ്പോവും. അപ്പോൾ എല്ലാം ഞാൻ ലാസ്റ്റ് ഉച്ചയ്ക്ക് ഡെറ്റോൾ വെച്ച് തുടയ്ക്കും. ഡെറ്റോളും പിന്നെ കുറച്ചൊരു ഓയിൽ ഒഴിച്ച് തുടയ്ക്കും മണത്തിനായിട്ട്. മീനൊക്കെ യൂസ് ചെയ്യുമ്പോൾ കൂടുതലായിട്ട് ഞാൻ അങ്ങനെ യൂസ് ചെയ്യും. ഇതിപ്പോൾ കെമിക്കൽ പോലൊരു മറ്റേ ജിഫ് പോലത്തെ സാധനമാണ്, അതുകൊണ്ടാണ് ഞാൻ ഗ്ലൗസ് ഇട്ടത്. ഫ്ലാറ്റൊക്കെ ആകുമ്പോൾ അതിനകത്തുനിന്ന് സ്മെല്ല് വരും. ഓടയ്ക്കകത്തുനിന്ന് മുകളിലൊക്കെ യൂസ് ചെയ്യുന്നതല്ലേ, അപ്പോൾ അതിൽ സ്മെല്ല് വരും. അപ്പം കഴുകി കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് അങ്ങനെ പ്രശ്നം ഉണ്ടെങ്കിൽ ഉള്ളിൽ കുറച്ച് നമ്മുടെ ഹാർപ്പിക്ക് പോലത്തെ നമ്മുടെ തറ തുടയ്ക്കുന്ന ഒരു ലിക്വിഡിൽ ലൈസോൾ പോലത്തെ അത് ആ ഉള്ളിൽ ഒഴിച്ച് കൊടുത്താൽ മതി. ബ്ലീച്ച്, ഡോമെക്സ്, അതല്ലെങ്കിൽ ഹാർപ്പിക്കിൻ്റെ ബാത്റൂം കഴിയുന്ന ഒരു സാധനമുണ്ട്, അത് കിച്ചണിൽ ഒരെണ്ണം വെച്ചിട്ട് എല്ലാം കഴിഞ്ഞ ശേഷം ആ സിങ്കിൻ്റെ ഹോളിൽ കൂടെ പതുക്കെ അങ്ങ് ഉള്ളിൽ ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ അതിനകത്തുനിന്ന് ഒരു ഓട സ്മെല്ല് പോലത്തത് വരാതിരിക്കും. കിച്ചൺ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഒരു മനസ്സിനൊരു സന്തോഷമാണ്, പിന്നെ അടുത്ത വീണ്ടും ജോലി ചെയ്യാനായിട്ട്. ഇതിപ്പോൾ ഞാൻ കുട്ടികളുടെ സോക്സ്, അണ്ടർ ഗാർമെൻറ്റ്സ് ഒക്കെ ഇങ്ങനത്തെ ബോക്സിലാക്കി വയ്ക്കും. അതല്ലെങ്കിൽ പിന്നെ എവിടെയെന്ന് അന്വേഷിച്ച് നടക്കും. എവിടെയൊക്കെ അവരുടെ കയ്യിൽ കൊടുത്താൽ എവിടെയെങ്കിലും കൊണ്ടുവയ്ക്കും. അപ്പോൾ ഇങ്ങനത്തെ ഇതിലാക്കി നിങ്ങളും അങ്ങനെ ചെയ്താൽ നമുക്ക് രാവിലെ തപ്പി നടക്കണ്ട. മറ്റേത് എവിടെയെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് നോക്കുമ്പോൾ കാണില്ല, അവരെവിടെയെങ്കിലും കൊണ്ടുവയ്ക്കും. ഇങ്ങനെ മടക്കിയിട്ട് ഇങ്ങനെ ചുരുട്ടി വയ്ക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും എവിടെയാണ് ഏത് ഇരിക്കുന്നതെന്ന് കാണാൻ പറ്റും. അടുക്കി വയ്ക്കുമ്പോൾ നമുക്ക് കണ്ടുപിടിക്കാൻ പ്രയാസം. ഇതിപ്പോൾ കറുത്ത പാൻറ്റ് അങ്ങനത്തതിൽ ഇതുപോലത്തെ ബ്രഷല്ല, ഇത് ഒരു ഗമ്മാണ്. ഇത് വെച്ചാക്കിയാൽ പൊടിയൊക്കെ പോവും. ഇത് ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാൻ മോൻ ഹെൽപ്പ് ചെയ്യാണ്, അവനിതൊക്കെ ഇഷ്ടമാണ്. എനിക്ക് ക്രിസ്മസ് ട്രീയും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോഴൊക്കെയല്ലേ കൂടുതൽ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇവിടെ കിട്ടുന്നത്. പണ്ട് ഇതൊന്നുമില്ല, എന്നാലും അത് സ്റ്റാറും ഒക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. പിന്നെ സാൻറ്റയുടെ കഥകൾ, ഇപ്പോൾ കുട്ടികളുടെ കൂടെ ഇരുന്ന് ഞാൻ ഇന്നാളെ ഒരു സിനിമ കണ്ടു, വളരെ നല്ല സിനിമ. അതിലൊക്കെ റെയിൻഡിയറിൻ്റെ പുറത്തിങ്ങനെ വരുന്ന അങ്ങനെ നല്ല രസമുണ്ട് അത് കാണാൻ. ഇവിടെ അത്രയും നല്ല പ്രോഡക്റ്റ്സ് ഒന്നും വാങ്ങാൻ കിട്ടൂല. വെളിരാജ്യത്തുള്ള മാതിരി അങ്ങനത്തെ ഒരു ഇതില്ല, എന്നാലും ഇപ്പോൾ ആവശ്യത്തിന് എല്ലാ സാധനവും ഉണ്ട്. ഐസ്ക്രീം, ഇതിപ്പോൾ രാത്രിയായി, അച്ഛനും അമ്മയൊക്കെ വന്നു, അപ്പോൾ ഐസ്ക്രീം എടുത്തു. നല്ല കണക്കിന് കട്ടിയായിട്ടുണ്ട്. ഒരു 5-6 മണിക്കൂറായി. ഇതിൽ നമുക്ക് എന്ത് ഫ്ലേവർ വേണമെങ്കിലും ചേർക്കാം. സ്ട്രോബെറി, പൈനാപ്പിൾ ക്രഷ് ചേർക്കാം, പിന്നെ ചോക്ലേറ്റ് സിറപ്പ് ഉണ്ടെങ്കിൽ അത് ചേർക്കാം. ഇപ്പോൾ ചോക്ലേറ്റ് സിറപ്പില്ലാത്ത ഞാൻ മോന് ചോക്ലേറ്റിൻ്റെ പീസാണ് ഇട്ട് കൊടുത്തത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമെങ്കിൽ ഷെയർ ചെയ്യണം. എല്ലാവരും ഫുൾ വീഡിയോ കാണണം. അപ്പോൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബൈ.